കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ കേന്ദ്ര സർക്കാർ അഴിച്ചുവിട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പണിയെന്ന് ഓർക്കണം. നേരം വെളുക്കുന്നതിന് മുന്നേ നടത്തിയ ഈ റെയ്ഡ് സത്യം പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ വൻ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിനോടുള്ള മമതാ ബാനർജിയോടുള്ള അമർഷമാണ് ഈ റെയ്ഡിലൂടെ കേന്ദ്ര സർക്കാർ തീർത്തത് എന്ന് രാജ്യം ഒട്ടാകെ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ മമത വെറുതെ ഇരുന്നില്ല. വാർത്തയറിഞ്ഞ ഉടൻ തന്നെ മമത ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്തെത്തി. രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ചട്ടുകമാക്കുന്നു എന്ന് ഗൗരവകരമായ ആരോപണമാണ് മമത ഉയർത്തുന്നത്. ജനാധിപത്യപരമായ പോരാട്ടത്തിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് BJP ഇത്തരം പിൻവാതിൽ തന്ത്രങ്ങൾ പയറ്റുന്നതെന്ന് അവർ തുറന്നടിച്ചു. പിന്നാലെ റെയ്ഡിനെതിരെയുള്ള പ്രതിഷേധം സംസ്ഥാനത്തിന് പുറത്തെത്തി. പശ്ചിമ ബംഗാളിലെ MP മാർ ഡൽഹിയിലെ അമിത്ഷായുടെ വീട്ടിൽ കനത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. വളരെ സമാധാനപരമായി പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന MP മാരെ റോഡിലൂടെ വലിച്ചിഴച്ചാണ് പോലീസുകാർ നീക്കം ചെയ്തത്. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച മഹുവ മൊയ്ത്ര അടക്കമുള്ള വനിതാ നേതാക്കളെ അടക്കമാണ് പോലീസ് ബലം പ്രയോഗിച്ച് വലിച്ചു മാറ്റിയത്. ഇപ്പോഴിതാ EDയും മമതാ ബാനർജിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. EDക്കെതിരെ മമതാ ബാനർജി ബംഗാൾ പോലീസിന് കേസ് കൊടുത്തു. ബംഗാൾ പോലീസ് അത് കേസെടുക്കുകയും ചെയ്തു. CAPFനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഒപ്പം ED റെയ്ഡിനെതിരെ തൃണമൂൽ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം യാതൊരു കാരണവുമില്ലാതെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ബംഗാളിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിലൊന്നും മമതാ ബാനർജി എന്ന ഉരുക്കു വനിത തളരില്ല. എങ്ങനെയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ മമതയെ അടിച്ച് താഴെ ഇറക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് BJP ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയ നാടകം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളെ വിട്ട് ഇത്തരത്തിലൊരു നീക്കം നമ്മുടെ മോദി സർക്കാർ ചെയ്യുന്നത്. പക്ഷേ കേന്ദ്രം ഒരു കാര്യം വിട്ടുപോയി. കളിക്കുന്നത് മമതാ ബാനർജിയോടാണെന്ന് മറന്നു. അങ്ങനെയൊന്നും നിങ്ങളുടെ മുന്നിൽ മമതയോ മമതയുടെ തൃണമൂലോ അടിയറവ് പറയുകയില്ല. ഏതായാലും മമതയുടെ ഈ നിയമ പോരാട്ടത്തിൽ BJP തളരുമെന്നുറപ്പാണ്. ഇനി ബംഗാളിൽ BJPയുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാകും. ഒപ്പം ബംഗാളിന്റെ മണ്ണ് അത്ര പെട്ടെന്നൊന്നും മമത BJPക്ക് വിട്ടുകൊടുക്കുകയുമില്ല. ഒരു വശത്ത് വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് അന്വേഷണ ഏജൻസികളെ വിട്ട് വേട്ടയാടുകയും ചെയ്യുന്ന BJPയെ ബംഗാളിലെ ജനങ്ങൾ ഇനി അടുപ്പിക്കില്ലെന്ന് ഉറപ്പായി.